ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ 66ാമത് വാർഷിക സമ്മേളനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിയമസഭാ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ 66ാമത് വാർഷിക സമ്മേളനമാണ് ഇവിടെ നടന്നത്. നേരത്തെ സ്വാതന്ത്ര്യപ്രതിജ്ഞയിലൂടെ ഐക്യ കേരളത്തിൻ്റെ ചരിത്രപ്രഭാവം തന്നെ പഴക്കമുള്ള സംഘടനയാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ. നമ്മുടെ സമ്മേളനം നടക്കുന്ന ഇതേ ഹോളിൽ വെച്ചാണ് 1957 ഈ സംഘടന രൂപപ്പെട്ടത്. കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിത്തീർക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്താൻ പിന്തുണ നേടിയ ജീവനക്കാരുടെ സംഘടനയാണ്. അതോടൊപ്പം തന്നെ വ്യക്തമായ സാമൂഹിക കാഴ്ചപ്പാടുകളും തൊഴിലുകൾക്കും പൊതുസമൂഹത്തിലാകുന്നു ഇടപെടാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച സംഘടനയാണ് എന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം കടുത്ത ദുരിതങ്ങൾ നേരിട്ടത് മഹാപ്രളയം, അതിരൂക്ഷമായ കാലാവസ്ഥ, കോവിഡ് മഹാമാരി, മറ്റ് ദുരിതങ്ങൾ. ആ ഘട്ടത്തിലെല്ലാം കേരളത്തിന് പിന്തുണ ഉറപ്പാക്കിയതും ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കാൻ കഴിയും. അതിന് കൂടുതൽ കരുത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട അവസരമാണ്. വയനാട്ടിലുണ്ടായ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. എത്രയോ മനുഷ്യജീവനുകളാണ് അവർക്ക് നഷ്ടമായത്. ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട കുറേയേറെ മനുഷ്യർ ബാക്കിയായി. അവരുടെയെല്ലാം പുനരധിവാസം അതിവേഗം ഉറപ്പാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം മുൻഗണന നൽകിയത്. അതോടൊപ്പം ഭാവി പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രഖ്യാപിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കുന്നതിന് വലിയ തോതിലുള്ള വിഭവങ്ങളുടെ ആവശ്യമുണ്ട്.
അതുകൊണ്ടാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ്. പുനരധിവാസ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പാക്കേജ് നൽകണമെന്ന്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വരുമാനം ഉറപ്പാക്കണമെന്നും നാം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ നേരത്തെ പ്രവചിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ അനുഭവത്തിൽ ആ പ്രവചനം കൃത്യസമയത്ത് വേണ്ട തോതിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങൾ ഇവിടെ തന്നെ സ്ഥാപിക്കാനാണ് കേരളത്തിൽ പ്രശസ്തമായ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ശാഖകൾ ഇവിടെ സ്ഥാപിക്കാനാണ് എല്ലാം കേന്ദ്ര സർക്കാരിനോട് നാം ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ദുരന്തത്തിന് ശേഷമുള്ള ആവശ്യങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള കേരളത്തിൻ്റെ കമ്മിറ്റി വല്ലാതെ സന്ദർശിച്ച് വിശദമായ പഠനം നടത്തി കഴിഞ്ഞു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമായ സഹായം നൽകുമെന്ന ഉറപ്പാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് അതേ രീതിയിൽ തന്നെ ലഭിക്കും എന്നാണ് നാം കരുതുന്നത്. പക്ഷേ നമ്മൾ അത്തരമൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ തന്നെ അതിനുശേഷം മാത്രം മറ്റു നടപടികൾ സ്വീകരിക്കാനല്ല കാണുന്നത്. 2018 അതേ കാലത്തുള്ള പോലെ തന്നെ ലഭിക്കാവുന്നിടത്തുനിന്നല്ല സഹായം കണ്ടെത്തി അവിടെ പുനർനിർമ്മിക്കണം എന്നാണ് നാം കാണുന്നത്. അതിനാണ് നേരത്തെ പ്രളയകാലത്ത് നാം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ കൃത്യമായ പുനരധിവാസ നടപടികൾ നടക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടുപോയ നമ്മുടെ അടിസ്ഥാന സൗകര്യം, മറ്റ് കമ്പനികൾ, ഇതിനെല്ലാം പരിസ്ഥിതിക്ക് ജനമുന്നിലും പുനർനിർമ്മിക്കേണ്ടത്. പ്രകൃതി കേരളയുടെ ഭാഗമായി നാം നടത്തിയ പ്രവർത്തനം ആ തരത്തിലുള്ളതായി മഹാപ്രളയത്തിൻ്റെ ഭാഗമായി തകർന്നുപോയ കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം നമുക്ക് ലഭിക്കുമായിരുന്ന സഹായങ്ങൾ ആ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കാതെ പോയത് അത് നൽകാൻ തയ്യാറായവർക്ക് മനസ്സിൽ
ഇല്ലാത്തതുകൊണ്ടല്ല, ആ സഹായം തടഞ്ഞുകൊണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നില്ല. പക്ഷേ അതെല്ലാം ഉണ്ടാക്കുന്ന പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ച് നമുക്ക് പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.